ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ ബേസ്റ്റ്, അതായത് നെഞ്ചിന് മുകളിലോട്ടുള്ള ആ ഒരു ശിവശില്പം എന്നുള്ളൊരു ലോക റെക്കോർഡ് ഇവിടെ ഭക്തർ തന്നെയാണ് ആ ഒരു ലിംഗത്തിൽ പൂജ ചെയ്യുന്നതും. യോഗയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ഭഗവാൻ പരമശിവനാണ്. അത് ഈ ഒരു ആദിയോഗി എന്ന് പറയുന്നത് ഇവിടെ ഒരു സോഴ്സ് ഓഫ് യോഗ എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഒറിജിനൽ രുദ്രാക്ഷങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു കൂറ്റൻ രുദ്രാക്ഷമാല തീർത്തിരിക്കുന്നത്. ഇത് തമിഴ്നാടിൻ്റെ ഒരു ഭയങ്കര ഒരു കൾച്ചറാണ്. ഈ കാളവണ്ടി അതുപോലെ തന്നെ കുതിരവണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ഗംഗാധര ഗജചർമാംബരധര ഭക്ഷണം കൊടുക്കുന്നത്, അതായത് ഗോമാതാവിന് വേണ്ടി ആഹാരം കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ആ കാണുന്നത് വെള്ളാങ്കിരി മലയാണ് കേട്ടോ. ഹായ് ഹലോ സോളോ ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പോകാനായിട്ട് പോകുന്നത് ഇഷ യോഗ സെൻറ്ററിലോട്ടാണ്, അതായത് ആദിയോഗി സ്റ്റാച്ചുവിലേക്കും അതുപോലെ തന്നെ ഇഷ യോഗ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം സെൻട്രലാണ്. ഇവിടെ 7:40 നമ്മുടെ വിവേക് എക്സ്പ്രസ്സിലാണ് ഞാനിന്ന് പോകാനായിട്ട് പോകുന്നത്. സോ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ വന്നിട്ടില്ല, 7:40 ആ ഒരു വിവേക് എക്സ്പ്രസ്. രാവിലെ 4 മണിക്കാണ് ഈ ഒരു ട്രെയിൻ നമ്മുടെ കോയമ്പത്തൂർ എത്തുന്നത്. സോ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇവിടെ കോയമ്പത്തൂരിലേക്ക് ഉള്ളൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമയം എന്താ വെളുപ്പിന് ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, കാണാൻ പറ്റും. സോ ഞാൻ ഇവിടെ നിന്ന് ഇനിയിപ്പം നമുക്ക് സ്റ്റേ വല്ലതും എടുത്തിട്ടാണ് പോകുന്നത്. സോ ഞാനിപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ 27A എന്ന് പറയുന്ന ബസ്സിൽ കയറിയിട്ടാണ് നമുക്ക് ഗാന്ധിപുരം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലെത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഇഷയിൽ പോകാനായിട്ടുള്ള ബസ്സുള്ളത്. സോ ഞാൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ആ ഒരു ഗാന്ധിപുരം ബസ് കിട്ടുക ആ ഒരു ബസ്സിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞാനിത് ആ ഗാന്ധിപുരത്ത് എത്തിയിരിക്കുകയാണ്, കാണാൻ പറ്റിയതാണ് നമ്മുടെ ഗാന്ധിപുരം. ഇവിടെ നിന്നാണ് നമുക്ക് ഇഷയിലോട്ട് പോകാനായിട്ടുള്ള ബസ് കിട്ടുന്നത്. ബസ് നമുക്ക് രാവിലെ 6 മണിക്കാണ് ബസ് വരുന്നത്. സമയം ഇപ്പോൾ ഏതുകൊണ്ടൊരു 5 മണി ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു പയ്യനാണ്. ഹായ് ബ്രോ, പേരെന്തോ? എവിടെ ട്രിവാൻഡ്രത്ത്? എവിടെ? തോന്നക്കില്ല. ഇത് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് രാഹുലിടെ. സൂറാ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ 14D ആണ് നമുക്ക് ഇഷയിൽ പോകാനുള്ള ബസ് എന്ന് പറയുന്നത്. 6 മണിക്കാണ് വരുന്നത്. എന്തായാലും നമുക്കൊന്ന് ചായയൊക്കെ കുടിച്ചിട്ടൊന്ന് ജസ്റ്റ് ആദ്യം ഇവിടെ റൂം എടുക്കാമെന്നുള്ള പ്ലാനാണ്. പിന്നീട് തന്നെ ഒന്ന് ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് കുളിച്ചൊന്ന് ഫ്രഷപ്പ് ആവാനുള്ള സെറ്റപ്പൊക്കെ ഒരുപാടുണ്ട്. സോ അതുകൊണ്ട് റൂമും ചോദിച്ചപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയുള്ള ചെറിയൊരു സെറ്റപ്പ് എടുത്തിട്ട് 6 മണിക്കൂടെ ബസ് വരുമ്പോൾ അതിൽ കയറി പോകാനുള്ള പ്ലാനാണ്. ഫൈനലി നമ്മുടെ ഇഷയിൽ പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഇതാണ് 14D. 14D ആണ് നമ്മുടെ ഇഷയിൽ പോകാനുള്ള ആ ഒരു ബസ് എന്ന് പറയുന്നത്. ഈ ഒരു ബസ്സിലാണ് നമുക്ക് ഇഷയിൽ പോകാനുള്ളത്. 14D ആണ് ആ വണ്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്തേക്കാം. നമ്മുടെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇഷയിലോട്ട് ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. സോ ഒരു 40 രൂപ പെർ ഹെഡാണ് ഇവിടുത്തെ നമ്മുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് വെച്ച് നോക്കുമ്പം എന്താ പറയുക, വളരെ ലാഭം തന്നെയാണ്. ഇത്രയും ഒരു പൊതുവെ അങ്ങനെ തന്നെയാണ്. തമിഴ്നാട്ടിൽ ചാർജ് വളരെ കുറവാണ്. അത് കാണാൻ പറ്റും. നമ്മളങ്ങനെ നമ്മളെ ഇഷയിലോട്ടുള്ള ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് കോയമ്പത്തൂരിൻ്റെ രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. സോ നമ്മളങ്ങനെ ആ ഒരു ഇഷയിലോട്ട് എൻ്റർ ചെയ്യുന്നൊരു എൻട്രിയാണത്. സോ നമ്മളങ്ങനെ നമ്മളാകേണ്ട ഇഷയിലോട്ടുള്ള എൻട്രിയാണ് നമ്മളെ കണ്ടത്. നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ തന്നെ ആ ഒരു ആദിയോഗിയുടെ ആ ഒരു സ്റ്റാച്ചു ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നോക്കിയാൽ നമ്മൾ ഈ ബസ്സിലിങ്ങനെ പോകുമ്പോൾ തന്നെ ആ ഒരു ആദിയോഗിയുടെ ആ ഒരു സ്റ്റാച്ചു നമുക്കിവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ബസ്സിൽ ഇരുന്നുകൊണ്ടുള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ. ബസ്സിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. സോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബസ്സിൽ നിന്നുള്ള ഒരു നമ്മൾ ബാക്ക് സൈഡിലാണ് ശരിക്കും വന്ന് ഇറങ്ങുന്നത്. വി ക്യാൻ സീ ദാറ്റ്.
ഇതാ പുറകു വശമാണ് കേട്ടോ. നമ്മൾ ബസ്സിനകത്തിരുന്നുകൊണ്ടുള്ള ആ ഒരു ആദിയോഗി സ്റ്റാച്ചുവിൻ്റെ ആ ഒരു പുറകു വശത്തെ എന്തൊരു കാഴ്ച നോക്കി, രാവിലത്തെ ആ ഒരു പുറകിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അതാ. സോ നമ്മളിതാ എത്തിയിരിക്കുകയാണ് ആദിയോഗിയിൽ, നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ആദിയോഗിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിതാ ബസ് വന്നിറങ്ങിയത് ആ പുറകു സൈഡിലായിരുന്നു നമ്മൾ വന്ന ബസ്സാണത്. ശരിക്കും നമ്മൾ കണ്ടതാണ്, നമ്മൾ വന്നത് ആ ഒരു സ്റ്റാച്ചുവിൻ്റെ പുറകു വശത്തൂടെയാണ്. സമയം ഇപ്പോൾ ഏതാണ്ടൊരു 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. നല്ല അടിപൊളി ലൈറ്റാണ്, അത് കാണാൻ പറ്റും. സോ നമ്മളിവിടെ ബസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ പുറകു വശത്താണ്, ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പുറകു വശത്തായിട്ടാണ് നമ്മുടെ കാറിൻ്റെ അതുപോലെ തന്നെ ബസ്സിൻ്റെയൊക്കെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആ ഒരു മല കാണാൻ പറ്റും. സോ നമ്മൾ ബസ്സിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ പുറകിലാണ്. പിന്നെ ഇവിടെ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. സോ നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് രാവിലെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധ്യാനലിംഗം ഇങ്ങോട്ടാണ് എഴുതിയിട്ടുണ്ട്. സോ രാവിലെ തന്നെ നല്ല ക്രൗഡ് ആൾക്കാർ. ഇത് നമ്മുടെ ലഗേജ് വെക്കാനായിട്ടുള്ള ആ ഒരു വെയിലോട്ട് പോവാണ് കേട്ടോ. സോ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ലഗേജും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന ആ ഒരു പോർഷനിലാണ്. സോ അങ്ങോട്ടേക്ക് പോവാണ്. ഇത് നമ്മൾ ശരിക്കും പുറകു വശത്താണ് കേട്ടോ, അതിൻ്റെ ഒരു പുറകു വശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവിടെ ആയിട്ട് ആ ഒരു ഗോശാല കാണാൻ പറ്റും. അവിടെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു ഗോശാല, പിന്നെ നമ്മുടെ അത് ലോക്കറാണ് കേട്ടോ. അതിൻ്റെ ഇങ്ങോട്ടാണ് ആ ഒരു ധ്യാനലിംഗം അതുപോലെ ആ ഒരു മെഡിറ്റേഷൻ്റെ മെയിൻ സെൻറ്റേഴ്സൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഉള്ളത് ക്യാമറ കാര്യങ്ങളൊന്നും അതിനകത്തോട്ട് അലൗഡ് അല്ല, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമറ, മൊബൈൽ ഫോൺ, ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കറിൽ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ ധ്യാനലിംഗയിലോട്ട് പോകാനായിട്ട്. ഇവിടെ ആയിട്ട് ഒരു ഗോശാല നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ ബുള്ളാണ്, കാളയാണ് കേട്ടോ. അതായത് ആ ഒരു പരമശിവൻ്റെ ആ ഒരു എന്താ പറയുക, ഭഗവാന്റെ ആ ഒരു നമുക്കറിയാം, ഭഗവാന്റെ ആ ഒരു നന്ദികേശൻ്റെ ആ ഒരു സങ്കല്പത്തിനാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ബുൾസാണ്. അതാ നമുക്ക് അവരങ്ങനെ ഒരു ഗോശാല നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ കാളവണ്ടിയാണ് ശരിക്കും. ഇതിൽ ഇപ്പോൾ അത് കണക്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ കാളവണ്ടി അങ്ങനെ കണക്റ്റ് അല്ല. പക്ഷെ നമുക്കിവിടെ ആ ഒരു കാള കാണാൻ പറ്റും. സോ ഇതിലാണ് നമുക്ക് ഈ ഒരു വണ്ടികൾ ആ ഭാഗത്തായിട്ട് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ബുള്ളിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇത് നമ്മളവിടെ കണ്ട ബുള്ളോക്ക് വണ്ടീസാണ്. ഇതിൽ നമ്മളെ കാളവണ്ടികളാണ് ഇതായി കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇതാണ് ധ്യാനലിംഗ. ഇതിനകത്തോട്ടാണ് ആ ഒരു മെഡിറ്റേഷൻ്റെ സെൻറ്റേഴ്സ് വരുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് ക്യാമറ കാര്യങ്ങളൊന്നും അലൗഡല്ല. അത് അവിടുത്തെ ലോക്കർ കൊടുത്തിട്ടാണ് ഇതിനകത്തേക്ക് കയറ്റുന്നത്. ആ ഒരു ധ്യാനലിംഗയുടെ കാഴ്ച കാണാൻ പറ്റും. അതിൻ്റെ ഇവിടെ ആ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ധ്യാനലിംഗ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടാണ് ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു സെൻറ്റർ വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ക്യാമറ, ഫോൺ അതുപോലെ ഇതാ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺസ്, ക്യാമറ, ഇലക്ട്രിക് ഐറ്റംസ് അതുപോലെ ബാഗ് കാര്യങ്ങളൊന്നും തന്നെ അലൗഡല്ല. അത് ഇവിടുത്തെ ലോക്കറിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് പോകാനായിട്ട്. നമ്മളെന്തായാലും ഈശോയുടെ ആ ഒരു സ്റ്റാച്ചു കണ്ടതിന് ശേഷം ഈ ധ്യാന കേന്ദ്രത്തിനകത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്. ആദിയോഗിയുടെ തന്നെ ഇവിടുത്തെ ക്യാൻറ്റീനാണ് കേട്ടോ. ഇവിടുത്തെ ആദിയോഗിയുടെ ക്യാൻറ്റീനാണ്. ഇവിടെ ഓരോ ഐറ്റംസിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതാ കൊടുത്തിട്ടുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. എല്ലാം ഈ പറയുന്ന പോലെ തന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡാണ്. ഇതാണ് ഇവിടെ തന്നെ ഒഫീഷ്യൽ ക്യാൻറ്റീനാണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തന്നെ ബില്ല് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. അതവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് സെലക്ട് ചെയ്തിട്ട് അതിൽ ബില്ല് ചെയ്യുമ്പോൾ ബില്ലിങ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം. അങ്ങനെ ഞാൻ റവ കിച്ചടി കൊടുത്തിട്ടുണ്ട്. ഒരു 2 റവ കിച്ചടി ഓർഡർ ചെയ്തിട്ടുണ്ട്. 120 രൂപയുടെ അതിൻ്റെ ബില്ലും സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റവ കിച്ചടി ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റവ കിച്ചടി. 60 രൂപയാണിത്. ഒരെണ്ണം 60 രൂപയാണ്. സോ എന്താ പറയുക, ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം നല്ല ടേസ്റ്റ് ആണ്. കാരണം ഇത് ഇവിടെ ഒരു വെള്ള ചട്നി, അതുപോലെ തന്നെ ഒരു സ്വീറ്റായിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇത് റവ കിച്ചടി അതുപോലെ സാമ്പാർ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു. സോ ഇവിടെ വരുന്ന ആൾക്കാർ മാക്സിമം പുറത്ത് ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഉണ്ടെങ്കിലും ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ടേസ്റ്റി ഫുഡാണ്. സോ അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് ആയിട്ട് ഞാൻ ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിൽറ്റർ കോഫിയും കൂടെ കുടിച്ചിട്ടുണ്ട്. സോ ഇതൊരു
നമ്മുടെ ഫിൽറ്റർ കോഫിയും വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഒരു നമ്മുടെ ആദിയോഗി ഇഷാസ് ഫൗണ്ടേഷൻ്റെ അവരുടെ തന്നെ ക്യാൻറ്റീൻ എന്നുള്ളൊരു ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ച ആ ഒരു റവ കിച്ചടി അത് ഭയങ്കര വേറെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടായിരുന്നെങ്കിൽ പോലും അത് ഭയങ്കര ഹെവി ആയിരുന്നു. വിശപ്പൊക്കെ മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫിൽറ്റർ കോഫി കുടിച്ച് ഭയങ്കരമായിട്ട് ചാടിയിടുക. സോ അതൊരു ഇവിടെ വരികയാണെങ്കിൽ ഇവിടെയാണ് അവരുടെ ഒരു ക്യാൻറ്റീൻ, ആദിയോഗിയുടെ ആ ഒരു ക്യാൻറ്റീൻ വരുന്നത് ഇവിടെയാണ്. സോ പുറത്തൊരുപാട് ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അത് അവരിവിടെ വരുമ്പോൾ അത് മിസ് ചെയ്യരുത്. നമുക്കിവിടെ ദശലക്ഷക്കണക്കിനുള്ള വോളണ്ടിയേഴ്സിനെ കാണാൻ കഴിയുക. ഇതൊക്കെ ഇവിടുത്തെ വോളണ്ടിയേഴ്സാണ്. ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിൽ വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ്, ആദിയോഗിയിലുണ്ടെന്നാണൊരു കണക്ക്. നമ്മൾ ആ കാണുന്നത് വെള്ളിയാങ്കിരി മലനിരകളാണ് അവിടെ കാണുന്നത്. അവിടെ നമ്മളിങ്ങനെ നടന്നിട്ടാണ് നമുക്ക് എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് ഇവിടുന്ന് നടന്നിട്ട് ആദിയോഗിയിലോട്ട് പോകാം. അതല്ലെങ്കിൽ ഇവിടുന്ന് കാളവണ്ടിയുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആദിയോഗിയിലെ സ്റ്റാച്യൂലോട്ട് പോകാനായിട്ട്. നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കണ്ട പോലെ ഈ ഒരു പുറകുവശത്താണ് ഇറങ്ങുന്നത്. ഇനി ഇതാ നമുക്ക് നേരെ സ്റ്റാച്യൂലോട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം ദാഹിക്കും, നിങ്ങൾ കുടിക്കാനായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിപ്പം രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ വലിയ വെയിലൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു 10 മണി 11 മണി 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. സോ എന്താ പറയുക, കോയമ്പത്തൂരാണ്. അപ്പോൾ നല്ല ചൂടുള്ളൊരു ഇവിടെ ഏറ്റവും നമുക്ക് വരാനായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ ഒരു ഈവനിങ് വൈകുന്നേരമൊക്കെയാണ് ഏറ്റവും വരാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. സദ്ഗുരു ജഗി വാസുദേവ്, ഇദ്ദേഹമാണ് ഈ ഒരു യോഗിയുടെ ആ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശ്രമമാണിത്. നടന്നിട്ട് നമ്മുടെ ആ ഒരു ആദിയോഗി സ്റ്റാച്യൂവിൻ്റെ പുറകിലെത്തിയിരിക്കുകയാണ്. ആ പുറകു വശമാണ് ഇതായി കാണുന്നത്. നമ്മൾ നടന്നു വരുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മുടെ ആ ഒരു വെള്ളിയാങ്കിരി മലനിരകളുടെ അടിപൊളി കാഴ്ച, അതുപോലെ തന്നെ ഒരു പാടം പോലത്തെ ഒരു എന്താ പറയുക അതിമനോഹരമായൊരു കാഴ്ച. രാവിലെ 7 മണിയാണ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയുക അതിമനോഹരമായുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദിയോഗി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇവൻറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക ഓരോ അമാവാസി അതുപോലെ പൗർണമി ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള മ്യൂസിക് കൺസേർട്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡാൻസും അതുപോലെ ലേസർ ഷോ അങ്ങനെയുള്ള കൊടുത്തിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു ആദിയോഗിയുടെ ആ ഒരു ബാക്കിൽ നിന്നുള്ള ഇത് നമ്മൾ ശരിക്കും ബാക്കിൽ നിന്നാണ് ബസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ ബാക്കിൽ നിന്നാണ് ഇറങ്ങിയിട്ട് അവിടെ ചെല്ലുന്ന രീതിക്കാണ്, നമ്മൾ പുറകെ നിന്ന് ഇങ്ങനെ നടന്ന് കയറുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കാണാൻ പറ്റും. ആ കാണുന്നത് ആ വെള്ളിയാങ്കിരി മലനിരകളാണ്. വെള്ളിയാങ്കിരി മലനിരകൾ കണ്ടു വന്നിട്ട് ഒരു എന്താ പറയുക നമ്മളിങ്ങനെ ഇങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭഗവാന്റെ ആ ഒരു പുറകു വശത്തു കൂടിയാണ് നമ്മളങ്ങനെ ആ ഒരു എൻട്രി ചെയ്യുന്ന. ആ ഒരു മുടിയുടെയൊക്കെ ആ ഒരു ഡിസൈൻ ശരിക്കും ഇത് സ്റ്റീലിലാണ് കേട്ടോ, ഫുള്ളി ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ്. ശരിക്കും നമ്മൾ ആ പുറകിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ആദിയോഗി സ്റ്റാച്യു നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ പുറകെ വശത്തോട് വന്ന് ഇങ്ങനെ ഓരോരോ കാണാൻ പറ്റുന്ന ആ ഫേസ് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ആ ഒരു അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നത്. നമ്മളങ്ങനെ ആ ഒരു ഫേസ് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു രീതി ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഫൈനലി ഞാനങ്ങനെ നടന്നിട്ട് ആ ഒരു ആദിയോഗിയുടെ ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അത് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ആ ഒരു വിഷ്വൽ അത് കാണാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷ്വലാണെന്ന് നോക്കിയാൽ. ആൻഡ് ദിസ് ഇസ് വണ്ടർഫുൾ. ഞാൻ ഒരുപാട് ഈ പറയുന്ന പോലെ തന്നെ ശിവലിംഗങ്ങൾ ഒരുപാട് ഈ പറയുന്ന പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഒരു മാജിക്കലൊരു ഫീൽ തന്നെയാണ്. അങ്ങനെ നമ്മളിത് ആദിയോഗിയുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് വളരെ ഒരു എന്താ പറയുക ജീവിതം ഞാൻ ഒരുപാട് ശിവ സ്റ്റാച്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു മാജിക് ഉള്ളൊരു സ്റ്റാച്ചു തന്നെയാണ്. ഏതാണ്ട് 112 അടിയാണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ ബസ്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു തലയും നെഞ്ചിനും മുകളിലുള്ള ഒരു ബസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ആദിയോഗിയിലാണ്. അത്
ഗിന്നസ് റെക്കോർഡുള്ളൊരു ശിവൻ്റെ ആ ഒരു ബസ്റ്റാണ് നമ്മളീ കാണുന്നത്. കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു ശിവലിംഗത്തിൻ്റെ ആ ഒരു പൂജ നടക്കുന്ന ഒരു സെൻറ്റർ നമുക്ക് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഇതൊരു ഏകദേശം ഒരു 150 ഏക്കറിലാണ് ഈ ഒരു ആദിയോഗി സ്ഥിതി ചെയ്യുന്നത്. ആദിയോഗി ഭഗവാൻ ശിവൻ എന്തുകൊണ്ടാണ് ആദിയോഗി എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിയോഗി അതായത് ആദ്യത്തെ യോഗി, ആദ്യത്തെ യോഗ ആചാര്യ, മനുഷ്യനിൽ യോഗയുടെ ചിന്ത ആദ്യമായിട്ട് ജനിപ്പിച്ചത് പരമശിവനാണ്. 10,000 വർഷങ്ങൾക്ക് മുൻപായിട്ട് സപ്തഋഷികൾക്ക് യോഗയെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ഭഗവാൻ പരമശിവനാണ്. അത് ഈ ഒരു ആദിയോഗി എന്ന് പറയുന്നത് ഇവിടെ ഒരു സോഴ്സ് ഓഫ് യോഗ എന്നാണ് അറിയപ്പെടുന്നത്. അത് യോഗയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. സുന്ദരധര വീനാഗധര ഹര സുന്ദരധര വീനാഗധര ഹര ഗംഗാധര ഗജചർമാംബരധര ഗംഗാധര ഗജചർമാംബരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനദേ നമോ നമോ. ഇവിടെ നമ്മുടെ ഈ ഒരു ആദിയോഗിയുടെ ഈ ഒരു പ്രതിമയ്ക്ക് താഴെയായിട്ടാണ് ഇവിടെ പൂജകൾ നടക്കുന്നത്. എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും. ശിവലിംഗത്തിൽ പൂജ നടത്തുന്നത് ഇവിടെയാണ്. ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് പൂജ ചെയ്യുന്നൊരു കാഴ്ച കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. അതുപോലെ ആ തീർത്ഥം ഇവിടെ ഭക്തർ തന്നെയാണ് ആ ഒരു ലിംഗത്തിൽ പൂജ ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് യോഗേശ്വർ ലിംഗമാണ്. യോഗേശ്വർ ലിംഗയുടെ ഒരുപാട് പ്രത്യേകതകളും യോഗേശ്വർ ലിംഗയുടെ ഓഫർ ചെയ്യുന്ന ആ ഒരു ഭക്തി സാന്ദ്രമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കാണുന്നത് യോഗേശ്വർ ലിംഗയാണ്. ആ യോഗേശ്വർ ലിംഗയുടെ നമ്മുടെ ഭക്തർ പൂജ ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആദിയോഗിയുടെ താഴെയായിട്ട് ഇതാണ് യോഗേശ്വർ ലിംഗ എന്ന് പറയും. ഇവിടെ പൂജ ചെയ്യുന്ന ഭക്തർ തന്നെ പൂജ ചെയ്തിട്ട് അവിടെ തീർത്ഥം കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് പൂജയും പ്രാർത്ഥനയും ചെയ്യുന്നതെന്നുള്ള ആൾക്കാർക്ക് ഇവിടെ ലിംഗത്തിൻ്റെ താഴെയായിട്ട് തന്നെ ആ ഒരു യോഗേശ്വർ ലിംഗം അത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കവിടെ കാണാൻ കഴിയുക. പൂജ ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിലെ ഇന്നർ പീസിനെ ഉണർത്തുക, നമ്മുടെ ഉള്ളിലെ ഇന്നർ പീസിനെ ഉണർത്തിക്കൊണ്ട് മാനസിക സംഘർഷങ്ങൾ മാറ്റുക എന്നുള്ളൊരു സന്ദേശമാണ് യോഗയും ഈ പറയുന്ന ആദിയോഗി യോഗ സെൻറ്ററൊക്കെ നമുക്ക് നൽകുന്നത്. ഇവിടെ ദശലക്ഷക്കണക്കിന് വരുന്ന വോളണ്ടിയേഴ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് വോളണ്ടിയേഴ്സ്. അതുപോലെ മെഡിറ്റേഷനാണ്. ഇതൊരു ക്ഷേത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മെഡിറ്റേഷൻ സെൻറ്ററാണ് ഈ ഒരു ആദിയോഗി എന്ന് പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു കൂറ്റൻ ശിവലിംഗത്തിന് ഏതാണ്ട് 112 അടിയാണ് ഉയരമുള്ളത്. വേൾഡ് റെക്കോർഡായിട്ടുള്ളത്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവൻ്റെ ബേസ്റ്റ്, അതായത് നെഞ്ചിന് മുകളിലോട്ടുള്ള ആ ഒരു ശിവശില്പം എന്നുള്ളൊരു ലോക റെക്കോർഡ് കൂടി എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ശിവലിംഗത്തിനുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 10:30 ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒരു 8 മണിക്ക് മുമ്പേ, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെയാണ്. രാത്രി ഇവിടെ 7 മണി തൊട്ട് ലേസർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നട്ടുച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഞാൻ കരിഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. അതുമാത്രമല്ല ഇവിടെ താറയൊക്കെ നല്ല ഹീറ്റായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കാല് കുത്തിയിട്ട് അങ്ങനെ നടക്കുന്നതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു ലിംഗം എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്.
ആൻഡ് ഇവിടെ ഇതിനടുത്തായിട്ട് ഞാൻ ഇവൻ്റെ ഏറ്റവും അടുത്ത് വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ശൂലം കൊണ്ടാണ് ഇവിടെ ഒരു വേലി തീർത്തിരിക്കുന്നത്. അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ആ തൊട്ടടുത്തായിട്ട് ആ ശിവൻ്റെ ആ ഒരു 111 അടി ഉയരം വരുന്ന 112 അടി ഉയരം വരുന്ന ആ ഒരു കൂറ്റൻ ശിവലിംഗം നമുക്ക് കാണാൻ കഴിയും. ആൻഡ് ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു രുദ്രാക്ഷമാല നിങ്ങൾ കണ്ടോ, ഇതിനൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഒറിജിനൽ രുദ്രാക്ഷങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു കൂറ്റൻ രുദ്രാക്ഷമാല തീർത്തിരിക്കുന്നത്. കാണാൻ പറ്റും, ഒരുപാട് രുദ്രാക്ഷങ്ങൾ അതിലിങ്ങനെ പിണഞ്ഞ് കിടക്കുന്നത് കാണാൻ കഴിയും. അതൊരു അത്ഭുതം തന്നെയാണ്. ഈ ഒരു ആദിയോഗിയുടെ ഫ്രണ്ട് തൊട്ടടുത്ത് നിന്നുള്ളൊരു കാഴ്ചയാണിത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ആദിയോഗി ശില്പം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2017 ഈ ഒരു ആദിയോഗിയുടെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആയിരുന്നു ഈ ഒരു ആദിയോഗിയുടെ ശില്പം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ആ മഹാദേവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു സർപ്പം കണ്ടോ, എന്ത് ഭംഗിയാണ് അതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു മഹാദേവൻ്റെ കാതിൽ കിടക്കുന്ന ആ ഒരു കമ്മൽ, അതുപോലെ അതൊക്കെ എന്ത് രസമായിട്ടാണ് അവരിതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ശൂലം കൊണ്ടിട്ടാണ് ആ ഒരു വേലി തീർത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥന ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റും. ഇത് ഏതാണ്ടൊരു 150ഓളം ഏക്കർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി. ആയിരത്തി 1999 സദ്ഗുരു ഈ ഒരു ആശ്രമം സ്ഥാപിച്ചത്. പിന്നീട് അത് വിപുലമായിട്ട് വളർന്ന് കാണുന്ന നിലയിൽ ദശലക്ഷക്കണക്കിന് വോളണ്ടിയേഴ്സ് അടക്കമുള്ള ഒരു വലിയൊരു ആശ്രമം അല്ലെങ്കിൽ വലിയൊരു മെഡിറ്റേഷൻ കേന്ദ്രമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ യോഗയുടെ ഒരു സെൻറ്ററായിട്ട് ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃകയും സന്ദേശവുമായിട്ട് ഈ ഒരു ആദിയോഗ ഇഷ സെൻറ്റർ മാറിക്കഴിഞ്ഞു. ആദിയോഗി ഇഷ സെൻറ്ററിനെ കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കൊള്ളയായിട്ടുള്ള പണപ്പിരിവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വൈകുന്നേരം 7 മണിക്ക് ഇവിടെ ഒരു ലേസർ ഷോ, അത് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ആദിയോഗിയുടെ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ലേസർ ഷോ എന്ന് പറയുന്നത്. ആ ലേസർ ഷോയ്ക്കൊന്നും ഒരു പൈസ പോലും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അത് സൗജന്യമായിട്ടാണ് അവരിത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും പലയിടത്തും ഈ പറയുന്ന പോലെ പാസ് വാങ്ങിച്ചിട്ടൊക്കെയാണ് നമുക്ക് എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പണപ്പിരിവുകളും ഇല്ല എന്നുള്ളത് വളരെ എന്താ പറയുക, വളരെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ധാരാളം ഫോറിനേഴ്സിനെ ഇവിടെ ഈ ഒരു ആദിയോഗിയിൽ കാണാനായിട്ട് കഴിയും. നമുക്കറിയാം നമ്മുടെ സദ്ഗുരുവിന് പുറത്തൊക്കെയാണ് കൂടുതലും അവരുടെ എന്താ പറയുക ഫോളോവേഴ്സ് ഉള്ളത് കൂടി പുറത്ത് രാജ്യത്തൊക്കെ US-ലൊക്കെയാണ്. അപ്പം ഒരുപാട് ഫോറിനേഴ്സായിട്ടുള്ള വോളണ്ടിയേഴ്സിനെയും സന്ദർശിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ആദിയോഗിക്ക് ചുറ്റുമായിട്ട് എന്താ പറയുക ഒരു പാടം പോലത്തേക്കുള്ളൊരു ഏരിയയാണ്. നമുക്കറിയാം കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ ആ ഒരു പാടവും കൃഷിപ്പാടം അങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഏരിയാസാണ്. ഏതാണ്ടൊരു ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 150 ഏക്കറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഒഫീഷ്യൽ കണക്കെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവാനാണ് സാധ്യത. ഒരുപാട് നീണ്ടു കിടക്കുന്ന അങ്ങ് അവിടെ ആയിട്ട് ആ ഒരു മലകളൊക്കെ നമുക്ക് കാണാം. അവിടെ അതിന് ഇതായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയുള്ള ഈ ഒരു ശിവൻ്റെ ശില്പം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. വളരെയധികം പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ശില നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു കണ്ണിലൊക്കെ എന്താ പറയുക കൺപീലികൾ പോലും അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ശിവൻ്റെ ആ ഒരു ചന്ദ്രക്കലയായിരുന്നാലും ആ ഒരു കാതിലെ കടുക്കനായിരുന്നാലും ഒക്കെ തന്നെ എന്തോ അത്രയും ഒരു പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇവിടെ അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ട് സ്റ്റീലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് കാണാൻ പറ്റും. ഒരുപാട് ഫോറിനേഴ്സ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സിനെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിന് ചുറ്റും ഏറ്റവും ആകർഷകമായിട്ടെന്ന് പറയുന്നത് ഈ ഒരു ശൂലം തന്നെയാണ്. ഈ ഒരു ശൂലം വെച്ചിട്ടുള്ള ആ ഒരു വേലികൾ നമ്മളിപ്പോൾ പുറകു വശത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആ ഒരു ആദിയോഗിയുടെ ആ ഒരു പുറകു വശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അത് നമ്മൾ രാവിലെ അവിടെ നിന്ന് നടന്നു വന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ആ ഒരു മുടിയുടെയൊക്കെ ആ ഒരു പെർഫെക്ഷനോ അല്ലെങ്കിൽ മുടിയുടെയൊക്കെ ആ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുമ്പം നോക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഇത് വോളണ്ടിയേഴ്സാണ് കേട്ടോ, ഇവിടുത്തെ വോളണ്ടിയേഴ്സാണ്. വോളണ്ടിയേഴ്സ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ആ ഒരു പുറകുവശത്താണ്, ആദിയോഗിയുടെ ഏറ്റവും പുറകുവശത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു മുടിയുടെയൊക്കെ ഒരു ഡിസൈൻ നോക്കി അടിപൊളിയായിട്ട്. അവിടെ ഇടയ്ക്കായിട്ട് ആ ഒരു കടന്നൽക്കൂട് ഇരിപ്പുണ്ട് കേട്ടോ. ഒരു കടന്നൽക്കൂട് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടൊരു വലിയ കടന്നൽക്കൂട് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. സോ ഇത് ആ ഒരു പുറകുവശമാണ്. എന്തൊരു ഭംഗി നോക്കിയേ.
ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തണലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ശിവൻ്റെ ഈ ഒരു പുറകുവശത്ത് മാത്രമാണ്. കാരണം ഇവിടെ ഒരൊറ്റ മരം പോലുള്ള നമുക്ക് ഒരൊറ്റ മരം പോലും നമുക്ക് ഇവിടെയും കാണാൻ പറ്റത്തില്ല. സോ എനിക്ക് തോന്നുന്നത് ഇവിടെ തണലുള്ളത് ഈ ഒരു പുറകുവശത്ത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയാണ് ആ ഒരു പൊരി വെയിലടിച്ചിട്ട് ഈ ഒരു പുറകിൽ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. കാരണം ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം എന്ന് പറയുന്നത്. നിങ്ങളൊരു ഉച്ചയ്ക്കൊന്നും ഒരു പ്രിഫർ ചെയ്യത്തില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, എനിക്ക് ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഉച്ചയ്ക്കൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞൊരു പരുവാണ്. ഞാൻ തന്നെ നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും വെയിലാണ്. കോയമ്പത്തൂരാണ്, അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ചൂട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ തറയിലൊക്കെ തന്നെ നമുക്ക് ചവിട്ടി നടക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഏറ്റവും ഇവിടെ വരാനായിട്ട് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെയാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ആ കാണുന്നത് വെള്ളായങ്കരി മലയാണ് കേട്ടോ. അതായത് നമ്മുടെ ആദിയോഗിയുടെ ആ ഒരു സ്റ്റാച്യൂവിൻ്റെ തൊട്ട് അവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു മല കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു മുകളിലായിട്ടൊരു ശിവൻ്റെ ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നമുക്ക് ട്രക്ക് ചെയ്ത് മാത്രമേ മുകളിലെത്താൻ പറ്റത്തുള്ളൂ. ലേഡീസ് അലൗഡല്ല അവിടെ ട്രക്ക് ചെയ്ത് കയറാൻ പറ്റും. അതായത് ആ കാട് നമുക്ക് കാണുന്നില്ല, ആ കാട്ടുവഴി കൂടെ ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിലെത്താൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത് എപ്പോഴും ഓപ്പൺ ആവത്തില്ലല്ലേ? എപ്പോഴും ഓപ്പൺ ആവുന്നത് അത് ഈ പൗർണമിക്ക് അമാവാസിക്ക് മാത്രമാണ് ആ ഒരു അവിടെ ആ ഒരു ക്ഷേത്രം അങ്ങോട്ടേക്ക് ആ ഒരു എൻട്രി അലൗഡായിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ നിന്ന് നേരെ അടുത്ത മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് പോകാനായിട്ട് പോവാണ്. നമ്മുടെ അത് മെയിനാണ്. പക്ഷെ അവിടെ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും അലൗഡല്ല. ക്യാമറ ഫോണും കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ അകത്ത് കയറ്റത്തില്ല. നമ്മൾ രാവിലെ വന്നപ്പം ഞാൻ കാണിച്ചു തന്ന പോയിൻ്റാണ്. അവിടെ നമുക്ക് ഇവിടെ നിന്ന് കാളവണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഞാൻ നട്ടുച്ചായിട്ടുണ്ട്. ഇപ്പോൾ 12 മണിയുടെ ഇപ്പോൾ ചായ കൊണ്ട് ഇനി ഇവിടെ ഒരുപാടായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാണാൻ പറ്റും ആൾക്കാരൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഏതാണ്ട് നല്ല നട്ടുച്ചയാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മെഡിറ്റേഷനൊക്കെ അങ്ങോട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം ധ്യാനത്തിലിരിക്കാം. പക്ഷേ അവിടുത്തെ അകത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക ആദിയോഗിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഇങ്ങനെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഞാനത് കണ്ടിട്ട് ഇനി അടുത്ത് ഞാൻ ഇവിടുത്തെ ധ്യാന കേന്ദ്രം കാണാനായിട്ട് പോവാണ്. അവിടെ നമുക്കിത് ആ കാളവണ്ടി വരുന്നുണ്ട്. സോ ആ കാളവണ്ടി കയറിയിട്ട് വേണം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു എന്താ പറയുക നല്ല വെയിലുണ്ടായിരുന്നു. സോ ഉച്ച ടൈം കൂടെ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത കാളവണ്ടി കയറിയിട്ട് ഇനി അടുത്ത യോഗ സെൻറ്ററിലോട്ട് ആ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. അങ്ങനെ ഞാൻ എന്താ കാളവണ്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് ഏതാണ്ട് ഒരു 400 മീറ്ററോളം ഉണ്ട്. സോ നമുക്ക് കാണാൻ പറ്റും, ആൾക്കാരെ അങ്ങനെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. അത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കാളവണ്ടി കയറിയിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇതിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഞാൻ ടിക്കറ്റ് എടുക്കുന്നത് 10 രൂപയാണ്. 10 രൂപയാണ് ഇതിൽ കയറുന്നതിനുള്ള എൻട്രി എന്ന് പറയുന്നത്. 10 രൂപ മാത്രമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഇവിടെ ചീപ്പാണ്. ഞാൻ എന്താ പറയുക, ഇവിടെ പൈസയുടെ ആയിട്ടുള്ള ഒരു രീതിക്കുള്ള അറപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒരു 10 രൂപ, ജസ്റ്റ് 10 രൂപ മാത്രമാണ് ഇവിടെ നിന്ന് ഇതിന് വാങ്ങിക്കുന്നത്. അതല്ലാണ്ട് വേറെ ഒരു രീതിക്കും പൈസ വാങ്ങിച്ചുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാം ഫ്രീ എൻട്രി, എല്ലാം ഫ്രീ ആണ് ഇവിടെ. സോ അങ്ങനെ ഞാൻ എന്താ ഇതിലേക്ക് കയറാൻ വിട്ടു. ഇതാണ് നമ്മളെ വണ്ടി, ഇതാണ്. അങ്ങനെ ഞാൻ എന്താ കാളവണ്ടിയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതാ കാണാൻ പറ്റും, പുറകിൽ ഇതാ വേറൊരു വണ്ടി വരുന്നത് കാണാൻ പറ്റും. സോ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ കഴിഞ്ഞ തവണ പളനിയിൽ പോയ സമയത്ത് അവിടെ കുതിര സവാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാളവണ്ടി, ഇത് തമിഴ്നാടിൻ്റെ ഒരു ഭയങ്കര ഒരു കൾച്ചറാണ് ഈ കാളവണ്ടി. അതുപോലെ തന്നെ കുതിരവണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഇവിടെ നിന്നൊരു 500 മീറ്ററോളം ഉണ്ട് നമ്മുടെ മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട്. 10 രൂപയാണ് ചാർജ് ആക്കിയിട്ടുള്ളത്. അതും ഭയങ്കര വെർത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ പോകണം, കാണാൻ പറ്റുന്ന.
എനിക്കിത് സ്പെഷ്യൽ സർവീസ് പോലെ തോന്നുന്നു കേട്ടോ, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ കാണാൻ പറ്റുന്ന. വേറെ ഇതിലൊക്കെ നിറച്ച് ഇങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ട്, പക്ഷേ ഇതിലൊന്നും ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഉള്ളത് ഞാൻ മാത്രം. എന്താ പറയുക, സ്പെഷ്യൽ സർവീസ് പോലെ എനിക്ക് ഞാൻ മാത്രം. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കാളവണ്ടിയിലെ ഒരു യാത്ര. സോ ഇവിടെ വരുന്ന ആൾക്കാർ ഈ ഒരു കാളവണ്ടിയിലെ യാത്ര കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്താ ഒരു കാളവണ്ടി ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെയാണ് നമുക്ക് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ബസ്സിൻ്റെ ആ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ആ ഒരു ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇഷയിലോട്ടുള്ള ഗാന്ധിനഗർ, ഗാന്ധിപുരം ആ 14D ആൻഡ് 14G ഒക്കെയാണ് എൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത്. 5:05 തൊട്ടൊക്കെയാണ് ബസ്സിൻ്റെ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് 9 മണിക്കാണ്. രാത്രി 9 മണി വരെയാണ് ഒരു ലാസ്റ്റ് ബസ് ഉള്ളതെന്ന് പറയുന്നത്. ഗാന്ധിപുരത്ത് നിന്നും ഇഷയിലേക്കുള്ള ബസ് 10 മണിക്കാണ് ലാസ്റ്റ് ഉള്ളത്. കാണാൻ പറ്റും. 5:45 ബസ്സുണ്ട്. ആൻഡ് പൂണ്ടി ടു ഗാന്ധിപുരം ആൻഡ് ഗാന്ധിപുരം ടു പൂണ്ടി ബസ് ടൈമിങ്ങുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്ന. സോ വരുന്ന ആൾക്കാർ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് നമ്മുടെ ഇഷയിൽ നിന്ന് ഗാന്ധിപുരത്തേക്കുള്ള ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് രാത്രി 9 മണിക്കാണ്. 14D ആണ്. അവിടെ നിന്ന് 5:20 ആദ്യത്തെ ബസ് എന്ന് പറയുന്നത്. 5:20 തിരിച്ച് ധ്യാനലിംഗത്തിലടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതിനകത്തേക്ക് വീഡിയോയും ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡല്ല. അതെല്ലാം നമ്മൾ ആ കാണുന്ന ലോക്കർ റൂമിൽ ഏൽപ്പിച്ചിട്ട് വേണം അകത്തോട്ട് കയറി പോകാനായിട്ട്. ഇവിടെ ധ്യാനം കേന്ദ്രം ഓപ്പൺ ആകുന്നത് 6 മണി തൊട്ട് 8 മണി വരെയാണ്. സോ ഇതാണ് ആ ഒരു ധ്യാനലിംഗം. ഇതിനകത്തേക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അലൗഡല്ല. ഇവിടെ നമുക്ക് ഈ ഒരു ധ്യാനലിംഗത്തിനകത്തായിട്ട് ക്യാമറയും മൊബൈൽ ഫോണും ബാഗും കാര്യങ്ങളൊന്നും അലൗഡല്ല. അത് നമുക്ക് അവിടെയുള്ള ആ ഒരു ലോക്കർ റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് അകത്തോട്ട് പോകാനായിട്ട്. ഈ ഒരു ലോക്കർ റൂമിൽ നമ്മുടെ ഈ പറയുന്ന ഫോണും കാര്യങ്ങളും ബാഗും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് ധ്യാനലിംഗത്തിലോട്ട് കയറ്റി വിടുക. ഇവിടെ ഫ്രീ ആണ്, ഫ്രീ സർവീസാണ്. ഇവിടെ എന്താ പറയുക, വൈകുന്നേരം 8:45 ശേഷം ഇവിടെ നിന്ന് നമുക്ക് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ ലേസർ ഷോ ഒക്കെ കഴിഞ്ഞ് 9 മണിക്കാണ് ഇവിടുത്തെ ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത്. 8:45 മുന്നേ ആയിട്ട് തന്നെ ഇവിടെ എത്തിയാൽ മാത്രമേ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റൂ. അത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നോ കളക്ഷനാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ മാത്രമേ സാധനം തിരിച്ചു കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മുടെ ഗോമാതാവിന് ഈ പറഞ്ഞ പോലെ തന്നെ ഫീഡ് കാറ്റിൽ, അതായത് നമ്മുടെ ഗോമാതാവിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് കരുതുന്നത്. അവിടെ കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത്, അതായത് ഗോമാതാവിന് ഇങ്ങനെ ആഹാരം കൊടുക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് കണക്കാക്കുന്നത്. അത് കാണാൻ പറ്റും. സോ നമുക്കിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. കാറ്റിൽസിനെ ഫീഡ് ചെയ്യുന്നൊരു ചടങ്ങ് കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ ധ്യാനലിംഗത്തിനകത്തുള്ള ദർശനം കഴിഞ്ഞ് പുറത്തെത്തിയിരിക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആ ഹിമാലയ യാത്രയ്ക്ക് ശേഷം ഇത്രത്തോളം ഒരു സ്പിരിച്വലി ഒരു അവേക്കനിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇന്നർ പീസിനെ ഉണർത്തുന്ന ഒരു യാത്ര ഞാൻ ആ കേദാർനാഥിലൊക്കെ പോയതിനു ശേഷം ഇവിടെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം അത്രത്തോളം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ധ്യാനലിംഗം, പിന്നെ ഒരു ദേവിയുടെ ക്ഷേത്രം, അങ്ങനെ പിന്നെ അതുപോലെ ഒരു കുണ്ട്, അതായത് നമ്മുടെ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുരുഷന്മാരുടെ ആ ഒരു കുണ്ടിനെ അറിയപ്പെടുന്നത് സൂര്യകുണ്ടെന്നും സ്ത്രീകളുടെ ആ ഒരു കുണ്ടിനെ അറിയപ്പെടുന്നത് ചന്ദ്രകുണ്ടെന്നുമാണ്. അങ്ങനെ കുണ്ടുകൾ, പിന്നെ കുറേ ഷോപ്പിങ്സ്, മെയിൻലി ഒരു മെഡിറ്റേഷൻ തന്നെയായിരുന്നു. ആ ഒരു ധ്യാനലിംഗത്തിൻ്റെ ചുറ്റും ഇരുന്നിട്ടുള്ള ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അത് ഒരിക്കലും പറഞ്ഞ് തരേണ്ടത് പറ്റത്തില്ല. സോ ദ ഹോൾ എന്താ പറയുക, വല്ലാത്തൊരു നെക്സ്റ്റ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു ആദിയോഗി. ഇനി ഇവിടെ ഈ ഒരു ആദിയോഗിയുടെ വ്ളോഗ് ഇവിടെ തീർന്നിട്ടില്ല. ഇനി നമുക്ക് ലേസർ ഷോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് രാത്രി 7 മണിക്കാണ് ആ ഒരു ലേസർ ഷോ കാര്യങ്ങളൊക്കെ വരുന്നത്. അതെന്തായാലും ഞാൻ അടുത്ത വ്ളോഗിൽ വെക്കുകയാണ്. ആദിയോഗിയുടെ ആ ഒരു ഡേ ടൈമിലെ വ്ളോഗ് ഇവിടെ എൻ്റെ ആണ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ധ്യാനലിംഗത്തിനകത്തിട്ട് കയറി പോയിട്ടുള്ള ഒരു എൻട്രി. സോ എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യാൻ എല്ലാവരും വരിക. ഇതിലിവിടെ അങ്ങനെ ജാതിയോ മതമോ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഒരു യോഗ എന്നുള്ളതാണ് ഇവിടെ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അമ്പലം, ക്ഷേത്രമൊന്നുമല്ല, ഒരു യോഗ സെൻ്ററാണ്. അപ്പം യോഗയെ കൂടുതലായിട്ട് ആൾക്കാരിലോട്ട് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ഇന്നർ പീസിനെയൊക്കെ അവേക്കണിങ് ചെയ്യുന്ന, മെൻ്റലിയൊക്കെ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ പോലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു പീസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും വരാവുന്നതാണ്. എല്ലാവരെയും ഞാൻ റെക്കമെൻഡ് ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള, കോയമ്പത്തൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈസി ആക്സസിബിളായിട്ട് എപ്പോഴും ഈശയിലോട്ട് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മാക്സിമം ആൾക്കാർ വരിക. ഈ വീഡിയോ എന്താ പറയുക,
മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷയുടെ ലേസർ വ്ളോഗ് അതിൻ്റെ രാത്രിയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രാജേഷ് എസ് രാജൻ സൈനിങ് ഓഫ്. ബൈ.